നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരള PSC വഴി മലബാർ സിമൻസിലേക്ക് നടത്തുന്ന ഒരു നിയമനത്തെക്കുറിച്ചാണ്. ഈ ഒരു നിയമനത്തിന് PSC എക്സാം ഒന്നും ഉണ്ടായിരിക്കില്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. ഇൻ്റർവ്യൂവിന് ശേഷം ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. ആ ഒരു വേക്കൻസിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. അതിനുമുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് കേരള PSC 25/8/2020 പുറപ്പെടുവിപ്പിച്ച നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ലാസ്റ്റ് ഡേറ്റ് 30/9/2020 ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ ഇന്നോ നാളെയായി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 68/2020 കേരള PSC രജിസ്റ്റർ ചെയ്തവർക്ക് അവരവരുടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മലബാർ സിമൻസിലേക്കാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കാൻ പോകുന്നത്. ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഗ്രേഡ് 2 എന്നൊരു തസ്തികയിലേക്കാണ് PSC ഇൻ്റർവ്യൂ വഴി നിയമനം നടത്താൻ പോകുന്നത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ നൽകിയിരിക്കുന്ന 4,920 രൂപ മുതൽ 6,642 രൂപ വരെയാണ്. മാത്രമല്ല, നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് 2 എണ്ണമാണ്. നോട്ടിഫിക്കേഷനിൽ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്, അതായത് ഡയറക്റ്റ് ആയിരിക്കും. അത് എക്സാം ഉണ്ടായിരിക്കില്ല എന്നാണ് ഇതിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തതിന് ശേഷം പെർമനൻ്റ് ആക്കുന്നതിന് മുമ്പ് ആ ഒരു പ്രൊബേഷൻ പീരീഡിൽ ഉള്ള പെർഫോമൻസ് കണക്കാക്കിയായിരിക്കും അവർക്ക് പിന്നീടുള്ള സ്ഥിര നിയമനം. അത് പ്രത്യേകം ഇതിൽ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18-36 വയസ്സിനും ഇടയിലാണ്. പിന്നെ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷനായി പറയുന്നത് ഗ്രാജുവേറ്റ് വിത്ത് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KG/TE ഹയർ ആണ്, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്. അപ്പോൾ ഈ 2 യോഗ്യതകളിൽ ഏതെങ്കിലും ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്നും നാളെയും മാത്രമാണ് ഈ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുക. കേരള PSC രജിസ്റ്റർ ചെയ്തവർ അവരവരുടെ അക്കൗണ്ടിൽ പ്രവേശിച്ചതിന് ശേഷം നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.